ഇത് cyclist ആണ്. You are also a cyclist, right? Yeah, I love cycling. What happened to your hand? I broke it when playing table tennis. Table tennis. If you don't mind, നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന്. ഓംലെറ്റ്, പിന്നെ ഒരു ഇതിൻ്റെ വാട്ട്സ് ദ നെയിം, Maize waffles. waffles. Yeah. ഈ ഒരു ബ്രിഡ്ജ് വെറും സൈക്കിളിന് വേണ്ടി മാത്രമല്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വിയന്നയിലാണ്, ഓസ്ട്രിയയിലെ വിയന്നയിൽ. എൻ്റെ 20ാമത്തെ കൺട്രിയാണ്. ഇന്ന് ഞാൻ ചെക്ക് റിപ്പബ്ലിക് ലക്ഷ്യമാക്കി പോവുകയാണ്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബോർഡർ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇത്രയും ദിവസം വിയന്നയിൽ അടിപൊളി സ്റ്റേ ആയിരുന്നു. നമ്മുടെ പ്രോസി പ്രിൻസർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്, ഇവിടുത്തെ സ്റ്റേയും എല്ലാ കാര്യങ്ങളും പ്രിൻസറായിരുന്നു സെറ്റാക്കി തന്നത്. ഇത് എനിക്ക് അവർ തന്ന റൂമാണ് കേട്ടോ. നല്ല റൂമാണ്, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. 5 ദിവസം ഈ റൂമിലായിരുന്നു. അടിപൊളി. നല്ല കിച്ചൺ ഉണ്ട്, അത്യാവശ്യം കുക്ക് ചെയ്യാം. പിന്നെ ബാത്റൂം, ബെഡ്, പിന്നെ നമ്മുടെ സൈക്കിൾ ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സൈക്കിൾ ഗോഡൗണിലായിരുന്നു, ഞാനിപ്പോൾ എടുത്തിങ്ങോട്ട് കൊണ്ടുവന്നതാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തുകൊണ്ടും അടിപൊളി സ്റ്റേ ആയിരുന്നു. വൈഫൈൻ്റെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. എനിക്കിഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സൈക്കിൾ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫുള്ളി ലോഡഡാണ്, ഇനി എടുത്ത് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് യാത്രയിലെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ കീ ഇവിടെ കൊടുത്ത് ഏൽപ്പിക്കണം, പക്ഷേ ഷോപ്പിൽ ആരും ഉണ്ടാവില്ല. നോക്കട്ടെ. അപ്പം വിയന്ന സിറ്റി അട്രാക്ഷൻസ്, പ്രോസി അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ എയർബിഎൻബിയിൽ ഇവർ കുറേ റൂമുകളൊക്കെ കൊടുക്കുന്നുണ്ട് എയർബിഎൻബിയിൽ. അപ്പം ഇതുപോലത്തെ സെറ്റപ്പാണെന്ന് തോന്നുന്നത്. ഞാൻ മറ്റു റൂമുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ശരി, നമുക്ക് യാത്ര സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ, അതും ഫാമിലി ഫീലായിരുന്നു എനിക്ക് ഇന്നലത്തെ. ഒരു ഫാമിലി പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ബൈ വിയന്ന. ഞാനതാ വിയന്നോട് വിട പറയാണ്. ഇനി നേരെ ചെക്ക് റിപ്പബ്ലിക്, ദെൻ പോളണ്ട്, ദെൻ ജർമ്മനി. അങ്ങനെയാണ് റൂട്ട്. ഇതാണ് സൈക്കിൾ പാത്ത്. നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റാണ്. ഇങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു കുറച്ച് ദിവസം കൂടി. പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും ചിലപ്പം തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുക. മുകളിലൂടെ ട്രെയിൻ പോകുന്നതാണ്, മെട്രോ പോകുന്ന വഴിയാണ്. താഴെ കണ്ടോ, യൂസ്ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ റൂംസാണ്. ആ ഭാഗം ഇതാ. വിയന്ന അടിപൊളി കേട്ടോ, എനിക്കിഷ്ടമായി വിയന്ന. കാരണം ഒന്നാമത്തെ കാര്യം സൈക്കിൾ പാത്താണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി. സൈക്കിൾ പാത്തിൻ്റെ ഒരു കളിയാണ്. ചെലത്തി വല പോലെ ഫുള്ള് സൈക്കിൾ പാത്താണ്. ഞാനിപ്പോൾ പോകുന്ന സൈക്കിൾ പാത്താണ്. മൊത്തം കളർഫുള്ളാ. ഇത് ധന്യൂബല്ല, ധന്യൂബിന് പാരലായിട്ട് വേറൊരു ഇത് കാണുന്നുണ്ട്. നദി, കനാലോ എന്താ അത് പറയാ. ധന്യൂബ് കുറച്ചും കൂടി വീതി കൂടുതലാണ്. ഇന്നലെ രാത്രി
പാർട്ടി കഴിഞ്ഞതിൻ്റെതൊക്കെയാണ് കാണുന്നത്. ഒന്നും ക്ലീൻ ആക്കിയില്ല, ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശനിയല്ലേ, യൂറോപ്പിൽ വെള്ളി ശനിയാണ് പാർട്ടികൾ നടക്കുക. ഞായറാഴ്ച രാത്രി പാർട്ടിയൊന്നും ഉണ്ടാവില്ല. ഞായറാഴ്ച അവർ റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. കാരണം അവർക്ക് തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട്. വെള്ളിയാഴ്ചയാണ് മെയിൻ വീക്കെൻഡ് അവർ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ശനിയാഴ്ച ഉണ്ടാവും, പിന്നെ ഞായറാഴ്ച ഉണ്ടാവില്ല. ഈ ഒരു ബ്രിഡ്ജ് വെറും സൈക്കിളിന് വേണ്ടി മാത്രമുള്ള കേട്ടോ. ഇത് ദന്യൂബ് റിവറാണ്, അത് ക്രോസ് ചെയ്യുന്ന. കാറും ബസ്സൊക്കെ പോകുന്നത് അപ്പുറത്തെ ബ്രിഡ്ജിലാണ്. ജസ്റ്റ് ഓൺലി ഫോർ സൈക്കിൾ. ഒന്ന് ആലോചിച്ച് നോക്കണം, സൈക്കിളിന് വേണ്ടി മാത്രം, അതും അടിപൊളി ബ്രിഡ്ജ്. ഒരു സൈക്കിൾ പാത്ത് പോകുന്നത് ഒരു കൃഷിസ്ഥലത്തൂടാണ്. ഈ ഭാഗത്ത് എന്തിൻ്റെ കൃഷിയാണെന്ന് അറിയില്ല, എന്തോ ഒരു കൃഷി ഉണ്ട് ഇവിടെ. എന്തോ ചെയ്യാൻ പോവുകയാണ്. ഫുള്ള് കിളച്ച് മറിച്ചിട്ടിട്ടുണ്ട്. എന്തോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയില്ല. സൈക്കിൾ പാത്തിലൂടെ പോകുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ 30 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്ത് 35 കിലോമീറ്റർ ഉണ്ടാവും സൈക്കിൾ ട്രാക്ക്. ഒരു 5 കിലോമീറ്ററൊക്കെ കൂടും. അതാണ് പ്രശ്നം. എന്നാലും സേഫാ, നല്ല സുഖമായിട്ട് പോവാം. ഹായ്. ഇവിടെ വയ്യാത്തവരും പ്രായമായവരൊക്കെ എന്തെങ്കിലും ഒരു വാഹനങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും പുറത്തുണ്ടാവും. ആരും വീട്ടിലിങ്ങനെ അടങ്ങിയിരിക്കില്ല. 80ഉം 90ഉം വയസ്സായ അപ്പാപ്പന്മാരൊക്കെ സൈക്കിളെടുത്ത് പോകുന്ന കണ്ടേ, കാണാൻ തന്നെ രസമാണ്. ഫുൾ സൈക്കിൾ സെറ്റപ്പിൽ ആ ജേഴ്സിയൊക്കെ ഇട്ട്. ഇവിടെ തന്നെ ഒരു സൈക്ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ. ഇത് ഗ്രാമം എന്ന് പറയാം. പക്ഷെ കണ്ടാൽ നല്ല വീട് ബിൽഡിങ്ങൊക്കെ ആണ്, പക്ഷെ ഗ്രാമം എന്ന് പറയാം. വളരെ ചെറിയൊരു സ്ഥലമാണ്, സിഗ്നലൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ പഴയ TV, റേഡിയോ, സൈക്കിള് എല്ലാം കൂടി ഒരു ഗ്ലാസിൻ്റെ കൂട്ടിലിട്ടിച്ചിരുന്നു. അതാരതോ ഓർമ്മക്ക് വേണ്ടി ഇട്ടച്ചതായിരിക്കാം. ചോദിക്കാൻ അവിടെ ആരുമില്ല. ഇന്ന് സൺഡേ ആണ്, എവിടെയൊന്നും തുറക്കൊന്നുമില്ല, എല്ലാം ക്ലോസ്ഡാ. കംപ്ലീറ്റ് ക്ലോസ്ഡാ. ഒരു മനുഷ്യനെ പുറത്ത് കാണാനില്ല. ഇന്നൊന്നും വാങ്ങിക്കാനും കിട്ടില്ല, കഴിക്കാനൊന്നും കിട്ടില്ല. റെസ്റ്റോറൻറ്റ് ക്ലോസ്. ഹായ്, ഞാനിപ്പോൾ ഓൺ ദ വേയിൽ. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? വോൾക്കസ്റ്റോഫ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വില്ലേജിലാണുള്ളത്. ഇതൊരു സൈക്ലിസ്റ്റാണ്, എന്നെ ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്താണ്. പോകുന്ന വഴിയാണെങ്കിൽ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്നാണ്. ഇവരുടെ ഫാമിലി എല്ലാവരും പാർക്കിലുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതാണ് പാർക്ക്. യുവർ ഗുഡ് നെയിം? സിൽവിയ. നൈസ് ടു മീറ്റ് യു. ഇത് സൈക്ലിസ്റ്റ് ആണ്. യു ആർ ഓൾസോ സൈക്ലിസ്റ്റ്, റൈറ്റ്? Yeah, I love cycling. വാട്ട് ഹാപ്പൻ യുവർ ഹാൻഡ്? I broke it when playing table tennis. Table tennis. If you don't mind, can I ask your age? Because Yes, I'm 63. 63. You are still doing cycling. That's great. Of course. Great Yeah, thing. I love sports. I love swimming.
and cycling and playing table tennis a lot. Oh. And I love contact improvisation. That was the reason why I came to Goa a few times in the winter, because we did so much contact improvisation. Okay. And yeah, very enjoyable. That's Yes. nice. What's the name of this park? That's called like Castle Park, Schloss Castle Park. Park. Because There's a it big castle belongs behind. with the Yeah, castle. yes. Yes. And today, so there's picnic. Come, Jona. Come. Yeah, we can go there. And today there's picnic for Is for that okay families. taking video or? I'm sure. Sure. How many kids? This family, they have two children. Two This children. is Mona, he's 3.5. And Okay. this is Franziska, she's almost 1.5. This is this little girl. Hi. So today there's picnic thing. Hi. Good morning. How old are you? It's see? 3.5 is up. 3.5. 3.5. Oh, nice. I have two boys. Two boys. Yeah. How old are they? Elder one 9. Hi. Are you coming? Not coming? I would like to stay here. You will want to play. Okay. Bye bye. Ciao. Bye. Say bye. Bis nachher. Vielleicht komme ich nicht so gut dran bleiben. ഇവരുടെ സൈക്കിള് ഉണ്ടോ? ഒരു ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുക സൈക്കിളിലാണ്. ചെറിയ ആളെ ഇതിലിരുത്തും. ഇവിടെ By the way, this is a famous Austrian brand. They make these bicycles for children. Oh. And they are very, very good quality. The Zoom. It's rather close to here where they are produced. Oh, nice. Oh. He's showing you. Genau, führ sie mal vor. Yeah. Oma, Ja? Mama, wo ist mein Helm? ഞാൻ ഇതുപോലത്തെ ഒരു ട്രെയിലറാണ് നോക്കി നടക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല. എവിടെന്നെങ്കിലും സെക്കൻഡ് കിട്ടിയാൽ ഒപ്പിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഒരു ഓസ്ട്രിയക്കാരുടെ വീട്ടിലാണ്. ഈ വീട്ടിൽ ഒരു സൈക്ലിസ്റ്റാണ്. അവർ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. അവരുടെ കൈക്ക് വയ്യ. അപ്പോൾ ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഓസ്ട്രിയയിലൊരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് കണ്ടാണ് സ്ഥലം. നല്ല അടിപൊളി വില്ലേജാണ്. ബ്യൂട്ടിഫുൾ വില്ലേജ്. ഇവിടെയാണ് ഞാനിന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് ഒരു ഓസ്ട്രിയൻ വീട്ടിലേക്ക് ഞാൻ കയറുന്നത്. ഓസ്ട്രിയയിൽ വന്നിട്ട് ഇവിടെ വീട് മൊത്തം ചെടികളാണ്. കയറുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എൻ്റെ സൈക്കിൾ ഞാനിവിടെ പാർക്ക് ചെയ്തു. നമുക്കൊന്ന് അകത്ത് പോയി നോക്കാം. ഇതാണ് സ്ഥലം. അത് സിറ്റ് റൂം. ഇവിടെ നിന്നാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. കോഴിമുട്ടുണ്ട്, ബനാന ഉണ്ട്. കുക്ക് ചെയ്താലോ? Whoever you are, even though you've broken your vows 1,000 times, come again. Come
നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന്. ഓംലെറ്റ്, പിന്നെ ഒരു ഇതിൻ്റെ വാട്ട്സ് ദ നെയിം, Maize waffles. or corn വേഫിൾസ്. waffles. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ഗ്രേപ്പിനെ കണ്ടത്. ഇത് നല്ല പഴുത്ത ഗ്രേപ്പാണ്. നമുക്കിത് പറിച്ചാലോ? ആകെ അതേ കാണുന്നുള്ളൂ. റെഡി ആയതാന്ന് പറഞ്ഞു. അത് ബ്ലാക്ക്. Mhm. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി. കാരണം കുറേ സമയം പോയി. ഇനി നേരെ ചെക്ക് റിപ്പബ്ലിക് ലക്ഷ്യമാക്കിയിട്ട്. ഇന്ന് എത്ര കിലോമീറ്റർ പോകുമെന്ന് എനിക്കറിയില്ല. 12 മണിയായി.